ഖേദം സമ്മർദ്ദത്തിലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ അണിയറ പ്രവർത്തകരാകെ ഈ ഖേദപ്രകടനത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് ഇന്നലത്തെ മീറ്റ് ദി എഡിറ്റേഴ്സിൽ തന്നെ ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നു. മാത്രമല്ല 17 എഡിറ്റ് അതിൽ വരുത്താൻ പോകുന്നു എന്ന കാര്യവും ഇന്നലത്തെ മീറ്റ് ദി എഡിറ്റേഴ്സിൽ ഇതേ സമയം 24 മണിക്കൂറിനുള്ളിൽ ആ തീരുമാനം വന്നിരിക്കുന്നു. മാത്രമല്ല മോഹൻലാൽ ഇട്ട പോസ്റ്റ് ഷെയർ ചെയ്യുന്ന പൃഥ്വിരാജിനെയും ആന്റണി പെരുമ്പാവൂരിനെയും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ കൃത്യമായ സോഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്നലെ ഇക്കാര്യം പറയുകയും ചെയ്തത്. പക്ഷേ ഇവിടെ പ്രകടിപ്പിച്ചിരിക്കുന്ന ഈ ഖേദം അതും മറ്റൊരു പ്രകടനമാണോ എന്ന സംശയം പലരിലും ഉയർന്ന തരത്തിലാണ് ആ ഖേദപ്രകടനം വന്നിരിക്കുന്നത് എന്നുള്ളതൊരു വസ്തുതയാണ്. കാരണം ഒരു ഖേദത്തിന് വേണ്ടി ഒരു ഖേദമാണ് മോഹൻലാൽ നടത്തിയത് എന്ന രീതിയിലുള്ള ഒരു നറേറ്റീവ് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ സിനിമയെക്കുറിച്ച് ഈ സിനിമ ഫോം ചെയ്യുന്ന സമയം മുതൽ, അതായത് ഏകദേശം ഒരു 3 വർഷം മുമ്പെങ്കിലും ആയിരിക്കുമല്ലോ ഈ സിനിമയുടെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ്, പൂർണ്ണമായിട്ടുള്ള ചർച്ചകൾ ഒക്കെ നടക്കുക. 6 മണിക്കൂർ എടുത്താണ് ഞാൻ ഈ സിനിമയെക്കുറിച്ച് ആന്റണി പെരുമ്പാവൂരിനും മോഹൻലാലിനും ബ്രീഫ് ചെയ്തത് എന്നുള്ളത് പൃഥ്വിരാജിന്റെ ഈ ലോഞ്ച് വേളയിലുള്ള ഒരു സൗണ്ട് ബൈറ്റാണ്, പ്രസംഗത്തിന്റെ ഭാഗമാണ്. 6 മണിക്കൂർ എടുത്ത്, അതായത് വിശദമായി ഒരു 3 മണിക്കൂറിൽ എഡിറ്റഡായി വരുന്ന ഒരു സിനിമയുടെ കഥ 6 മണിക്കൂർ എടുത്ത് പൃഥ്വിരാജിനെ പോലെ നല്ല ലാംഗ്വേജ് ഉള്ള ഒരാൾ അത്രയും എലക്വൻ്റായി ബ്രീഫ് ചെയ്ത് കൊടുത്തത് മനസ്സിലാകാത്ത ആളാണോ മോഹൻലാൽ എന്ന ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്.